ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ കേക്കിൻ്റെ ട്രേയോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസോ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ളത് എടുക്കുക. അതിന് ശേഷം നമ്മളിതിൽ ടിഷ്യൂ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ വിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇതിൽ കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിന് ബ്ലാക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ട്രേ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുക. ഇതാ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ഗോൾഡൻ ടച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് കുറച്ച് വാട്ടർ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഒരു ഗോൾഡൻ ടച്ച് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലത്തെ ഒരു ക്ലേ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലേ എടുക്കുക. ഈ ക്ലേ 2 കളേഴ്സിലാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താലാണ് നമ്മൾ ക്ലേ സെറ്റ് ആവുള്ളൂ. അതിനുവേണ്ടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലൊന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കട്ടറാണ്. ഈ കട്ടർ കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നമുക്ക് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് സെൻറ്റർ പോർഷനിൽ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ആ ഫ്ലവേഴ്സോടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് റെഡ് കളർ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് റെഡ് കളർ കൊടുത്തിട്ട് വരാം. നമുക്ക് ലീഫിനും ഗ്രീൻ കളറും കൊടുക്കാം. ഇതാ കളർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഒട്ടിച്ച് കൊടുക്കണം. ഈ 2 ഫ്ലവറും കൂടിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വലുത് ചെറുതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതാ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു 6 ഫ്ലവേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു കയറെടുക്കുക. ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള കയറെടുത്താലും മതി. അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്രീൻ കളർ ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഗ്രീൻ കളർ ഉണ്ടാക്കിയെടുക്കുക. അതിൽ ഈ കയറ് മുക്കി വെക്കുക. ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് പുറത്ത് മാറ്റി വെക്കാം. ഈ കയറ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് 3 ഇഴകളായിട്ടാണുള്ളത്. ഈ 3 ഇഴകളൊന്ന് ഊരിയെടുക്കുക. രണ്ട് നൂലിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിന് 6 ഇഴകളാണ് ഉള്ളത്. അത് നമുക്ക് 6 കൊമ്പുകൾ പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 6 കൊമ്പുകൾ പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറിയൊരു പീസ് കയറ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതിലൊന്ന് കുഞ്ഞൊരു ഡിസൈനാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഫ്ലവേഴ്സും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റായിട്ടൊരു വാർണിഷ് കൊടുക്കുന്നുണ്ട്. ഫ്ലവറിനും ലീഫിനും മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാൾ ഹാങ്ങിങ്. അപ്പോൾ ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. സീ യു. അസ്സലാമു അലൈക്കും. ഹാപ്പി ക്രാഫ്റ്റിംഗ്.